ഇന്നുണ്ടല്ലോ ഉച്ച തിരിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോൾ മാത്രമേ എന്നിൽ ഒരു തിരിഞ്ഞു വരുന്നൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കണം കഴിക്കണം എന്നുള്ളത്. അതിപ്പോൾ ഞാൻ രാത്രിയിലേക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വിഭവം ഉണ്ടാക്കി. വേറൊന്നല്ല, ഞാൻ സ്നേഹത്തോടെ മാങ്ങക്കറി എന്ന് വിളിക്കും, ബാക്കിയുള്ളവർ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയും. ഇതിങ്ങനെ ഇരിക്കും തോറും കുറുകി വന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനെയാവും. അപ്പോൾ ഞാൻ എന്നാൽ ഓൺലൈൻ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അതിലിതാ ഇതിരിക്കണം. ഞാൻ കുറേ നാളായി വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ. നാട്ടിൽ ചെന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഷുഗർ ബേബി. നമ്മളൊക്കെ ചക്കര വാവി എന്ന് പറയില്ലേ, അതുപോലെ പേര് പോലെ തന്നെ നല്ല പഞ്ചാരക്കുഞ്ചു തന്നെയാണ് കേട്ടോ. കഴിക്കുമ്പോൾ എന്തൊരു മധുരമായിരുന്നു എന്നറിയോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. വെറുതെ ഇങ്ങനെ നാട്ടിലിങ്ങനെ നമ്മൾ ഉടച്ചുകൂടിയൻ ചപ്പിക്കുടിയൻ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഞെക്കി ഞെക്കി പിഴിഞ്ഞ് അതുമ്പോൾ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചു കുടിക്കുക, അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നത്. പിന്നെ വിചാരിച്ചതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിട്ടോ. എന്നും പറഞ്ഞോളാം അമ്മ എനിക്ക് ഇതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി തരും. പിന്നെ ഇവിടെ വെച്ചാൽ ഹസ്ബൻഡും കുട്ടികളൊന്നും ഇത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഇത് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഞാൻ അകത്താക്കിട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത്ര എണ്ണം നിങ്ങൾ കാണില്ല. എന്തായാലും ഇതിൻ്റെ ആ ഒരു ഇതില്ലേ ഞെട്ടിയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ പശ ഉണ്ടാവും, ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് തൊലി സെപ്പറേറ്റ് വെച്ചു. എന്തിനാണെന്നറിയോ? കുറച്ച് വെള്ളം ചേർത്തതാ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് ആ തൊലിമത്തെ ബാക്കിയുള്ള മാമ്പഴത്തിൻ്റെ അംശം കൂടി അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയാണ്. തൊലി കളയാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കറി വെക്കാം, പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കാണാൻ ഇഷ്ടം. അപ്പം ഞാൻ ഇത് ചെയ്തത്, ഇത് ഞാൻ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഏത് ജില്ലയിലേക്കാണ് ഇങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല, ഇങ്ങനെ പിഴിഞ്ഞ് തൊലിമെന്ന് എടുക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇങ്ങനെ ചെയ്യാറില്ല. ഞാനൊരു വെറൈറ്റി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടതാണ്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഞാൻ തന്നെ അത് കഴിക്കില്ല, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ മാമ്പഴമൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് നെടുകെ ചീന്തി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതുണ്ടല്ലോ ശർക്കര പൊടിച്ചത്, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് 1 കപ്പിൻ്റെ അടുത്തുണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് വേവിക്കാം. എന്തായാലും ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കും, പിന്നെ അടച്ചു വെക്കും. അങ്ങനെ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടണം. ആ സമയം കൊണ്ട് നാളികേരം നമുക്ക് അരച്ചെടുക്കാം. അപ്പം നാളികേരത്തിലേക്ക് ഞാൻ ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ, ഏകദേശം 1/2 ടീസ്പൂണോളം ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ഇളക്കി കൊടുക്കണം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ശരിക്കും പച്ചമുളകിന് തന്നെ നാണക്കേടെന്ന് പറയാം. അതുപോലത്തെ ഒരു സാധനമാണ്. കാരണം എരിവേ ഇല്ല. ചില മുളകൊന്ന് കഴിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ നാവുമ്പോൾ ഒരു എരിവിൻ്റെ ഒരു ഇത് വരും, അത്രേ ഉള്ളൂ. എന്നാലും ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിലിട്ടതാണ്. അതുപോലെ മുളക് പൊടി കൂടുതൽ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ എരിവൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ആയാലും പച്ചമുളകൊക്കെ ആയാലും ചേർക്കാനായിട്ട്. ഇനി ഞാൻ തൈരൊന്ന് അരച്ചെടുക്കണം. ഇവിടെ 2 തൈര് എടുക്കുന്നുണ്ട്. കട്ടത്തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്തത്, അതൊരു 1/2 കപ്പും, പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയത് നല്ല പുളിയുള്ള തൈര്, അതൊരു 1/4 കപ്പും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ മാമ്പഴം നന്നായിട്ട് കുറുകി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് നന്നായി ഇളക്കുക. കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള തൈരും കൂടി ചേർക്കണം. അപ്പോൾ ഇതിന് ഇത്തിരി പുളിയും കൂടി വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു തൈരും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും മധുരവും ഒക്കെ നോക്കാം കേട്ടോ. എനിക്ക് അത്യാവശ്യം മധുരമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ഈ ജാഗരി പൗഡർ ഉണ്ടല്ലോ, അതും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ 100 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. നമ്മളുടെ ഇതുണ്ടല്ലോ ഉലുവ പൊടിച്ചത്, അതാണ് കേട്ടോ. ഇതെൻ്റെ ഇവിടുത്തെ അമ്മയുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അമ്മ ഈ മോരുകറിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഇതിൽ ചേർക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതാ ഒക്കെ ഇളക്കി എല്ലാത്തിൻ്റെ മധുരവും ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി തിളയ്ക്കാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഇനി നമുക്ക് വറുത്തിടാം. അപ്പോൾ അതിലേക്ക് വറുത്തിടാൻ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, ഉണക്കമുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയും, പിന്നെ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത്, പിന്നെ പറയാൻ പറഞ്ഞത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ
റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും എന്തൊരു ഇതാണെന്നറിയോ, ആ കറിയുടെ അത് നമുക്ക് അങ്ങോട്ട് മൂക്കിലേക്ക് ഇങ്ങോട്ട് അടിക്കും. ശരിക്കും പറഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലും കറിവേപ്പിലയുടെയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാ നമ്മളുടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്, അതായത് മാമ്പഴ പുളിശ്ശേരി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല, അത് കഴിക്കില്ല എന്നുള്ളത്. അത് ഞാൻ തിരിച്ചെടുത്തുട്ടോ ആ വാക്ക്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മോനെ ചോറ് വേണം, ചോറും ഇതിൻ്റെ കൂടെ ഈ കറിയും വേണം. അവൻ 2-3 മാങ്ങ അപ്പം തന്നെ തീർത്തു. മോള് വെറുതെ ഇരുന്ന് 2 മാങ്ങ തിന്നു. ഇന്ന് രാത്രിയായപ്പോൾ ഹസ്ബൻഡും കഴിച്ചു കേട്ടോ. അത് മാത്രമല്ല, എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി എൻ്റെ മോൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ സ്കൂളിലേക്കാണ് ചോറും മാമ്പഴക്കറിയും മതിയെന്ന്. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, നിനക്ക് വേണ്ടല്ലോ അല്ലേ? എനിക്കും അത് തന്നെ മതിയെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ മാമ്പഴക്കറിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ഒരു കറി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെ ഇത് തിരിഞ്ഞു നോക്കാത്തവർ വരെ കഴിച്ച് തകർക്കാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വായിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ, അവരെന്തായാലും ഇത് കഴിക്കും. എനിക്ക് ഈ വക സീസണൽ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ, ചക്ക മാങ്ങ എന്നൊക്കെ പറയുന്നത്, അതിനോടൊക്കെ ഇഷ്ടം എന്നല്ല പറയേണ്ടത്, ഒരു തരം പ്രാന്ത് തന്നെയാണ്, പ്രാന്ത്. ഇതൊക്കെ പഴുത്തത് എപ്പോൾ തന്നാലും എങ്ങനെ തന്നാലും ഞാൻ കഴിക്കട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടമില്ല, താല്പര്യമില്ല എന്ന് പറയണവരുണ്ടല്ലോ, എനിക്ക് ഇടിച്ച് പപ്പടാക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.